അതിന്റെ ചൂട്ടണിക്ക് ആണോ? റൂമിലുണ്ട്. നിങ്ങള് ഇംഗ്ലീഷ് ക്ലാസ്സില് കുറച്ച് പേരാണോ കയറുന്നേ? എല്ലാവരും കയറാറുണ്ടേ? എന്തുകൊണ്ടാ ഇംഗ്ലീഷ് കയറാത്ത? സാറ് പറഞ്ഞല്ലോ കുറച്ച് കുട്ടികളുള്ളൂന്ന്. കുറച്ച് പേരുള്ളൂ. സാറ് ഞാനിവിടുന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ സാറ് വിളിക്കും എത്ര പേര് ക്ലാസ്സിലുണ്ടാവും. നമ്മള് സ്ട്രെങ്ത് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കും. അതെങ്കിൽ സാറ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറയും ഇത്രയും പേരുണ്ടാവും ടീച്ചറായിരുന്നത്. അപ്പൊ തന്നെ എത്രയും പേര് ലെഫ്റ്റ് ആയിപ്പോ. എന്താണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ലെഫ്റ്റ് ആവുന്നതാണോ? ഇതായിരിക്കും അല്ലെ? പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചാലും പഠിച്ചു തീരാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ കിട്ടുന്ന മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ലത്. അങ്ങനെ 8 പേരുണ്ടായിരുന്നു അല്ലേ ക്ലാസ്സില്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നും ചോദിക്കുന്നില്ല. ബാക്കി കുറെ പേര് നോമ്പിലാണ് അല്ലെ? നിനക്ക് നോമ്പെടുക്കുമ്പോ കറക്റ്റ് ഈ ഒരു ചൂടുകാലം ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും അടുപ്പിക്കാതിരിക്കും കേട്ടോ. എനിക്ക് താങ്ങൂല അവരെ. കുട്ടികളെ കൊണ്ടൊന്നും നിങ്ങൾ എടുപ്പിക്കണ്ട. എന്തിനാ? പിന്നെ നിങ്ങളുടെ വിശ്വാസമാണല്ലേ അത്.
50 വയസ്സ് 10 വയസ്സിനുള്ള കുട്ടികളെ എടുക്കാം. മുബി ഫസിയുടെ പേര് ശരിക്കും എന്താണോ മുബി ഫസി എന്നുള്ളത്? അത് തന്നെയാണോ പേര്? മുബഷിറ എന്നാണോ മുബഷിറ എന്നാണോ? മുബി തന്നെയാണ് നല്ലത് കേട്ടോ. ഗുഡ് മോർണിംഗ് നസീമ. കുറച്ചു കുട്ടികളോട് ഒന്ന് ആയിക്കോട്ടെ, നമുക്ക് തുടങ്ങാം. 32 അത്രയായിട്ടുള്ളൂ, 31 ആയിട്ടുള്ളൂ. എനിക്കൊരാള്, ഒരു മോനുണ്ട്. പഠിക്കുന്ന പുറത്തിലായി. ഹസ്ബൻഡ് ബാങ്കില. ഫോൺ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ആള് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളതാണ്, അണ്ടർ 11-ലുള്ളതാണ്. ഫുട്ബോൾ പ്ലെയർ ആണ്. ഒരു 3 വയസ്സ് മുതൽ അതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ടൂർണമെന്റ്സ് കളിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇന്ത്യക്ക് ടീം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് ലക്ഷ്യം. താങ്ക് യു. നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മള് കമ്പോണൻസ് പഠിച്ചു. ഓക്കെ ജീന, താങ്ക് യു. പക്ഷെ എനിക്ക് ഫുട്ബോളിനോട് വലിയ താല്പര്യമില്ലെന്നല്ല, പേടിയുള്ളത്. എപ്പോ വേണമെങ്കിലും ഇങ്ങനെ വീഴാൻ പറ്റുന്ന ഒരു കളിയല്ലേ. ഇഞ്ചുറീസ് എപ്പോ വേണമെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പറ്റും. അപ്പൊ അത് പേടിയാണ് നമുക്ക്. പക്ഷെ അത് നമ്മുടെ കരിയറാണ്. ബെനഫിറ്റ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെയല്ലേ പറഞ്ഞത്? പേടിച്ചെല്ലാം പേടിയാണ്. പക്ഷെ അവര് കളിക്കണാണോ നമുക്ക് പേടിയാവണോ? ബോളൊക്കെ പോകുന്നുണ്ടാ, വീഴോ എന്ന് തോന്നും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരെ എടുത്തത്. HMSന്റെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന കമ്പോണൻസ് വരെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. HMS ഇൻഷുറൻസ് മാനേജ്മെന്റ് component record and store patient insurance details on requirement. It presents the policy number, insurance company, and other related information. The software makes it easy to retrieve the details, making insurance validation easier. Okay, HMSന്റെ മറ്റൊരു മൊഡ്യൂൾ ആണ്, മറ്റൊരു കമ്പോണന്റ് ആണ് എന്താ ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. പേഷ്യൻസിന്റെ എല്ലാത്തരം ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിലാണ്. ഈ ഒരു ഇൻഷുറൻസ് മാനേജറാണ്.
മാനേജ്മെന്റ് ആണ്. അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ റിക്വയർമെന്റ്സുകള്, അവരുടെ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകള്, ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് ഹോസ്പിറ്റല് ഇന്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഒരു പേഷ്യൻസ് ഏത് തരം ക്ലെയിം ആണ്, ഏത് തരം ഇൻഷുറൻസ് പോളിസി ആണ് ചൂസ് ചെയ്തിരിക്കുന്നതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കൈകാര്യങ്ങളും HMS ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന ഈ ഒരു മൊഡ്യൂളിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഒരു സോഫ്റ്റ്വെയർ കുറച്ചും കൂടി എന്താണ് പേഷ്യൻസിനെ അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ എന്താണ് കൃത്യമായിട്ടും ആക്യുറേറ്റ് ആയിട്ട് അതൊക്കെ ചെയ്തു തീർക്കും. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മാനറിൽ ചെയ്തു തീർക്കാനായിട്ട് ഈ ഒരു മൊഡ്യൂൾസ് സഹായിക്കുന്നുണ്ട്. HMS എന്ന് പറയുന്ന ഇൻഷുറൻസ് മാനേജ്മെന്റ് HMSന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. അപ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ലബോറട്ടറി മാനേജ്മെന്റ്. The laboratory management features show the details of different lab test patients' take, provide reports when need and maintains all records collectively. The doctors can easily access it. It also notifies the doctors and the patients when the results are ready. ഈ ഒരു ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്ത് തരം ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഡീൽ ചെയ്യുന്നത്? എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും? യെസ്, ലാബ് റിലേറ്റഡ് അല്ലെ, പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എല്ലാത്തരം ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഫീച്ചേഴ്സും കൈകാര്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ട്സുകൾ അല്ലെ, ലാബ് ടെസ്റ്റിന് ശേഷമുള്ള എല്ലാത്തരം റിപ്പോർട്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൃത്യമായിട്ട് ആ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഈ ലബോറട്ടറി മാനേജ്മെന്റ് എന്ന ഫീച്ചറാണ്. ഓക്കെ. ദെൻ അത് മാത്രമല്ല ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻസിന്റെ ലാബ് റിസൾട്ടുകൾ ഈസി ആയിട്ട് ആ ഒരു സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ടും ആ റിസൾട്ടുകൾ ഈസി ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. ഓൾസോ നോട്ടിഫൈ ദ ഡോക്ടർ ആൻഡ് പേഷ്യൻസ് വെൻ ദ റിസൾട്ട് ആർ റെഡി. ദെൻ അതേപോലെ തന്നെ റിസൾട്ട് ആയതിനു ശേഷം എന്താണ് ഡോക്ടേഴ്സിന് പേഷ്യൻസിന് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ടും ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് എന്താണ് അറിയിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ലാബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാത്തരം ഫീച്ചേഴ്സും മാനേജ് ചെയ്യുന്നത് ഏതുതരം മൊഡ്യൂളിലാണ്? ലബോറട്ടറി മാനേജ്മെന്റ് എന്ന HMSന്റെ ഈ ഒരു മൊഡ്യൂളിലാണ്. എളുപ്പമല്ലേ? അത് എളുപ്പമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തെ. നെക്സ്റ്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്. Report management module records and store all the reports generated by the hospital. In this case of financial reports, it's verify performance metrics to check the business profitability. It also provide comparison between performance report for different years, and authorized person can access the reports at any time. Okay. Report management module. ഒരു മിനിറ്റ് ഉണ്ടോ? നിങ്ങളത് വായിച്ചു നോക്കണേ. പോരാ. Report management. Report management എന്ന മൊഡ്യൂൾസ് എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ നോക്കുന്നത്?
എല്ലാത്തരം റിപ്പോർട്ട്സുകളും ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന മൊഡ്യൂൾസ് ആണ്. എല്ലാ റിപ്പോർട്ട്സുകളും എല്ലാം സ്റ്റോർ ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും ആരാണ്? റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾസ് ആണ്. ഓക്കെ, അതായത് പ്രധാനമായിട്ട് എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകളും അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലെ ബിസിനസ് പരമായിട്ടുള്ള എല്ലാത്തരം പ്രോഫിറ്റ് ലോസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ട്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. മാത്രമല്ല ഇവിടെ ഒരു കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. എന്തുമായിട്ടുള്ള കമ്പാരിസൺ ആണ്? ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫോമൻസ് റിപ്പോർട്ട്സ് ഫോർ ഡിഫറെന്റ് ഇയേഴ്സ്. അതായത് ഹോസ്പിറ്റലിലെ ആ പ്രോഫിറ്റുമായാലും ബിസിനസ്സിൽ അതിന്റെ മുൻപത്തായി പ്രീവിയസ് ഇയറിലെ ഇപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ്സുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ റിപ്പോർട്ട്സുകളുമായിട്ട് എന്താണ് നമുക്ക് ഓൾറെഡി ഒരു മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എല്ലാ റിപ്പോർട്ട്സുകളും അതിലുണ്ടായിരിക്കും. അപ്പോൾ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താനായിട്ട് ഇത് കമ്പാരിസൺ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഒരു മൊഡ്യൂൾസിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ റിപ്പോർട്ട്സുകളും നോക്കി എത്രത്തോളം അതിൽ വെച്ചുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി പ്രോഫിറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമേ ഇത്തരം റിപ്പോർട്ട്സുകൾ ഏത് സമയത്ത്, അതായത് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ആക്സസ് ചെയ്യാനും അത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇതൊരു ഒറ്റ റിപ്പോർട്ട്സുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്നും പല രീതിയിലും നമ്മൾ ഈ ഹാക്കിംഗ് ഒക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലേ, ഹാക്ക് ചെയ്യാന്ന് പറയുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകും ആൾക്കാരെ. കേട്ടിട്ടുണ്ടോ? ഡാറ്റാസുകൾ കൊണ്ടുപോകുന്നത് ഹാക്കിംഗ് സംവിധാനങ്ങള്. യെസ്, ഓക്കെ, അങ്ങനെ ചില സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഒറ്റ ഫോർമാറ്റിലായിരിക്കും, അതായത് ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മൾ ഒറ്റ ഫോർമാറ്റിൽ അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ കൃത്യ കണക്ക് വീതമായിട്ടില്ലേ കണക്ക് സഹിതമല്ല ഇവിടെ തയ്യാറാക്കുന്നത്. എങ്ങനെയായിരിക്കും ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത്? ഇവിടെ ഡാഷ് ബോർഡ്സുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഡാഷ് ബോർഡ്സ് എന്ന് പറയുന്നത്? ഈ ഹെൽത്ത് കെയർ ഡാഷ് ബോർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗ്രാഫ് റെപ്രസെന്റേഷൻസിലൂടെയൊക്കെ കണക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസുകൾ തയ്യാറാക്കുന്നത് ഗ്രാഫ് റെപ്രസെന്റേഷൻസിലൂടെ കണ്ടിട്ടുണ്ടോ? ഗ്രാഫ്സ് ഉണ്ടാവും, ഡയഗ്രാംസ് ഉണ്ടായിരിക്കും, കണ്ടിട്ടില്ല അത്? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റാർക്കും അത് കൃത്യമായിട്ട് ആക്സസ് ചെയ്ത് അത് ഹാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ വിശദീകരണം അവർക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇതേപോലെ ഹെൽത്ത് ഡാഷ് ബോർഡ്സുകൾ തയ്യാറാക്കുന്നത്. ഹെൽത്ത് ഡാഷ് ബോർഡ്സിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? ഉള്ള ഡയഗ്രാംസ് അല്ലെങ്കിൽ മറ്റ് ഗ്രാഫ് റെപ്രസെന്റേഷൻസിലൂടെ ആയിരിക്കും ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ അതിന്റെ റിപ്പോർട്ട്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളാണ് ഈ ഡാഷ് ബോർഡ്സുകളും തയ്യാറാക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടുള്ള? ഹോസ്പിറ്റലിലെ ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കണക്ക് വിവരങ്ങളും അതിന്റെ റിപ്പോർട്ട്സുകളും ഈ ഒരു ഡാഷ്ബോർഡ് എന്ന രൂപേണയാണ് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അവർക്ക് അത് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ആയിരിക്കും. അത് ആക്സസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള പുറത്തുനിന്ന് ഒരു വ്യക്തിക്ക് ഹാക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് അവർക്ക് അറിയാത്ത രീതിയിലാണ് അത്തരം രീതിയിൽ അത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്യാം, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ വിവരങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഹോസ്പിറ്റലിലും ഡീറ്റെയിൽസ് അവരുടേതായിട്ടുള്ള സേഫ് ആയിട്ട് അവരുടേത് മാത്രമായിട്ടുള്ള സ്വകാര്യത നിലനിർത്തുന്നതായിരിക്കില്ല. മറ്റാർക്കും അത് കാണുന്ന വിധത്തിൽ അത് തയ്യാറാക്കില്ല അവർ. അപ്പൊ ആ ഒരു രീതിയിൽ അവരുടെ പെർഫോമൻസ് അവർക്ക് തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സുകളും റെക്കോർഡ്സുകളും ജനറേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളാണ് കേട്ടോ. ക്ലിയർ ആണോ? Next one, vaccination management. Vaccination management. നമ്മൾ കൊറോണ വന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഇടാനൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? വാക്സിനേഷനൊക്കെ വേണ്ടിയിട്ട്
സ്ലോട്ട് കിട്ടാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നേരിട്ടാണോ സ്ലോട്ട് റെഡിയാക്കിയത്? ഹോസ്പിറ്റലിൽ പോയിട്ട് നേരിട്ടാണോ? അല്ല, ഓൺലൈനിലായിരുന്നു അല്ലെ? നമ്മൾ കംപ്ലീറ്റ് സ്ലോട്ട്സിൽ നോക്കിയിരുന്നത് ഓൺലൈനാണ്. ഒരു കാലം അല്ലെ എന്ത് ഉള്ള ഒരു കൊറോണ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിരുന്നതാണ് അല്ലെ? കൃത്യമായിട്ട് അത് അറിയാൻ സാധിക്കും. ഒരു സ്ലോട്ടിന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമാണ് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന മൊഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? വാക്സിനേഷൻ മോഡൽ കീപ് ട്രാക്ക് ഓഫ് ഓൾ ദ കംപ്ലീറ്റഡ് ഓർ upcoming vaccinations. It updates you about upcoming vaccination and book a slot with the doctor. It also sends timely reminders to parents to make sure they do not miss the slot. Okay. So, ഈ മൊഡ്യൂൾ കൈകാര്യം ചെയ്യുന്നതാണ് എല്ലാ അപ്കമിംഗ് വാക്സിനേഷൻസും എല്ലാത്തരം വാക്സിനേഷൻ റിലേറ്റഡ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു വാക്സിനേഷൻ മാനേജ്മെന്റിലാണ്. ഓക്കെ, ഇനി നമുക്ക് വരാൻ പോകുന്ന എല്ലാ വാക്സിനേഷൻസിനെ കുറിച്ചുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ്, അതായത് നമ്മൾ ഓൾറെഡി അപ്കമിംഗ് വാക്സിനേഷൻസിനെ കുറിച്ച് എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് എന്താണ് അതിന്റെ സ്ലോട്ടും കാര്യങ്ങളും അടക്കം നമുക്ക് ഓൾറെഡി ഒരു വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾസ് പ്രകാരം നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ പീരീഡ്, അതായത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു 9 മാസം വരെയൊക്കെയുള്ള ടൈമിൽ പെട്ടെന്നായിട്ടുള്ള വാക്സിനേഷൻസ് ഉണ്ട് അല്ലെ? യെസ്. അപ്പൊ അതിന്റെ കൃത്യ ടൈമുകൾ അത് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല റിമൈൻഡേഴ്സും എന്തിലും ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വാക്സിനേഷൻ മാനേജ്മെന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനാൽ തന്നെ റിമൈൻഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പാരന്റ്സിന് അത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തിട്ട് വാക്സിനേഷൻസ് മുടക്കമില്ലാതെ തന്നെ വാക്സിൻ മുടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ? യെസ്. അപ്പൊ അത് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ പാരന്റ്സിന് ഈസി ആയിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ടെക്സ്റ്റില് ഒരു മിസ്റ്റേക്ക് കണ്ടോ? വാക്സിനേഷൻ മൊഡ്യൂൾ എന്നാണ് കേട്ടോ, മോഡൽ അല്ല, മൊഡ്യൂൾ. മോഡലിനാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. വാക്സിനേഷൻ മൊഡ്യൂൾ എന്നാക്കാം. ഓക്കെ, മൊഡ്യൂൾ എന്നാക്കാം കേട്ടോ. മൊഡ്യൂൾ എന്നാക്കാം. The next one, support management. Support management. Patient satisfaction is one of importance for any hospital. The segment records data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately and the earliest. We can make automatic the feedback collection process automatic to reduce the staff job load, and everyone could fill out of the feedback form. Support management എന്ന് പറയുന്നത് എന്ത് തരം മൊഡ്യൂൾ ആയിരിക്കും? നമ്മൾ ഇത്തരം സിസ്റ്റംസ് കംപ്ലീറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി തന്നെയാണ് അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ സംതൃപ്തിയാണ് അല്ലെ? അപ്പൊ അതിനാൽ തന്നെ ഈ ഒരു സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ എല്ലാതരം സെഗ്മെന്റ്സുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. അതായത് അവരുടെ എൻക്വയറീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിക്വസ്റ്റ്സുകളോ ഇനി എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനെല്ലാം വേണ്ടിയിട്ട്, അതായത് പേഷ്യൻസിനുള്ള റിക്വസ്റ്റുകൾ, കംപ്ലൈന്റ്സുകൾ, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തിലായിരിക്കും, ഏതൊരു മൊഡ്യൂൾസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്? സപ്പോർട്ട് മാനേജ്മെന്റിന്റെ മൊഡ്യൂൾസിലായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ പേഷ്യൻസ് ഏതെങ്കിലും പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് കംപ്ലൈന്റ്സിലാണെങ്കിലും റിക്വസ്റ്റിലാണെങ്കിലും എന്താണ് അതൊക്കെ അവർക്ക് ഒരു സിസ്റ്റത്തിലൂടെ തന്നെ എന്താണ് ഹോസ്പിറ്റലിനെ അറിയിക്കാനായിട്ടുള്ള സംവിധാനം കൂടിയാണ് എന്ത് സപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല പ്രത്യേകമായിട്ട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോമേഷൻ പ്രോസസ്സ് തന്നെ എന്തിലുണ്ട്? സപ്പോർട്ട് മാനേജ്മെന്റിലുണ്ട്. പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിൽ ഫീഡ്ബാക്സുകൾ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ എന്താണ് കളക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫിന് ഏറ്റവും കൂടുതൽ അവരുടെ സമയം റെഡ്യൂസ് ചെയ്യാനായിട്ടും അതായത് ഫീഡ്ബാക്സ് നമ്മൾ ഫോംസ് ഒക്കെ ഫിൽ ചെയ്യുന്നത് പോലെയല്ല, ഫോംസിൽ നമ്മൾ ഫീഡ്ബാക്കുകൾ എഴുതി കൊടുക്കാറില്ലേ? അത് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി സമയം എടുക്കുന്ന പ്രക്രിയയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ള
കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ഫോർമാറ്റിൽ എന്താണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് സ്റ്റാഫുകളുടെ അവരുടെ ലോഡ് അല്ലെങ്കിൽ അവരുടെ ഹെവി വർക്ക്സുകൾ കുറക്കാനായിട്ടും ഇത്തരത്തിലൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന അവരുടെ മറ്റു പ്രശ്നങ്ങൾ, അതായത് അവരുടെ എന്തെങ്കിലും അന്വേഷണങ്ങളോ പരാതികളോ അല്ലെങ്കിൽ എന്താ പറയാ കംപ്ലൈന്റ്സോ റിക്വസ്റ്റോ അഭ്യർത്ഥനകളോ ഇതെല്ലാമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിലാണ് കേട്ടോ. ഫീഡ്ബാക്സുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് കളക്ഷൻ പ്രോസസ്സ് കൂടി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ സപ്പോർട്ട് മാനേജ്മെന്റ്? ഓക്കെ, നമ്മള് 11 കമ്പോണൻസ് ആണ് പഠിച്ചത് കേട്ടോ. HMSന്റെ 11 കമ്പോണൻസ് ആണ് പഠിച്ചത്. അത് ഇന്നെടുത്ത അത്ര ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാവോ? ഇന്നെടുത്ത അത്രയും സപ്പോർട്ട് മാനേജ്മെന്റ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ അല്ലേ ഇവിടെ? കമ്പോണൻസ് 11 കമ്പോണൻസിന്റെ പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ. പേരുകൾ നന്നായിട്ടോ അതേപോലെ ഹെഡ് പോയിന്റ്സുകൾ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം ഇമ്പോർട്ടന്റ് ആണോ ഹസീന? അതാണ് സ്പെസിഫൈ ചെയ്തൊന്നും പറയാൻ. നിങ്ങൾ 11 പോയിന്റ്സിന് പേരുകളില്ലേ? സപ്പോർട്ട് മാനേജ്മെന്റ് വരെ പേരുകൾ ഓർക്കുക. ബാക്കിയുള്ളത് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലെ നമുക്കത് ഏത് തരം മാനേജ്മെന്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അതായത് ഇപ്പോ ഹോസ്പിറ്റലിലെ വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസുകൾ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് കിട്ടും? ഏതായിരിക്കും ആൻസർ? ഏതാണ് കിട്ടല്ലേ? ഹോസ്പിറ്റലിലെ അപ്കമിങ് വാക്സിനേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തുന്നത് ഏതാണ്? വാക്സിനേഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഇനി ഹോസ്പിറ്റലിൽ വിവിധ തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? വിവിധ തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ റെക്കോർഡ് ചെയ്യുന്നത് ജനറേറ്റ് ചെയ്യുന്നത് ഏത് മൊഡ്യൂളാണ്? റിപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ്, റിക്വസ്റ്റ്സുകൾ, എൻക്വയറീസ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഏത് മൊഡ്യൂളാണ്? സപ്പോർട്ട് മാനേജ്മെന്റ്. കിട്ടൂലേ? അത്രേ ഉള്ളൂ കേട്ടോ. എന്ന് ചോദിക്കുള്ളൂ ചോദിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് ചോദിച്ചിട്ട് ഇതെല്ലാം വരും. ചിലപ്പോ 3 മാനേജ്മെന്റ് നിന്ന് ചിലപ്പോ വളർച്ച പോകുന്നതായിരിക്കും ആൻസർ. ചിലപ്പോ അത്രയും സിമ്പിൾ ആയിട്ട് കളയും. നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്?
ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. നിങ്ങൾ ഇവിടെ നോക്കാതെ നിങ്ങൾക്ക് ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം മാത്രം പറയാം. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ഈ ഒരു സിസ്റ്റം കൊണ്ടുള്ള ആദ്യ പ്രയോജനം എന്താ പിള്ളേരെ? അടിപൊളി. ടൈപ്പ് ചെയ്യണോ? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസി ആക്കുന്നു. ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള, അല്ലെ? ഹോസ്പിറ്റൽ പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, നോക്കാം. 59% of millennials are willing to switch doctors for better online access. Okay, 59 millennials എന്ന് പറയുമ്പോ എന്താണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ശതാബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശതാബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്താണ് ശതാബ്ദം എന്ന് പറയുന്നത്? കുറച്ച് ദിവസങ്ങളാണോ? കുറച്ച് മാസങ്ങളാണോ? ശരിക്കും പറഞ്ഞാൽ 1900 നമ്മുടെ 80s മുതല് വർഷമാണ് ഈ ശരിക്കും പറയുന്നത് 80s മുതൽ ഒരു 90s തുടക്കം വരെ. അവിടെ അതിന്റെ അത്രയും വർഷത്തിന് മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പറയുന്നത് മില്ലേനിയൽസ് തലമുറകൾ അല്ലെങ്കിൽ മില്ലേനിയൽ തലമുറ എന്നൊക്കെ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇവരെ വൈ ജനറേഷൻ കാറ്റഗറി എന്നൊക്കെ പറയാറുണ്ട്. വൈ ജനറേഷൻ കാറ്റഗറിയാണ് എന്താ ഈ ശതാബ്ദങ്ങളിലെ ഈ മില്ലേനിയൽസ് ജനിച്ച ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ അപ്പൊ നമ്മൾ ടീച്ചർ ഇയർ പറഞ്ഞത് 90s കിഡ്സ് എന്ന് പറയല്ലേ, അതായത് നമ്മുടെ 80s മുതൽ 1990 വരെയുള്ള, അതായത് 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലെ ആ ഒരു തലമുറ. യെസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു കാലഘട്ടം മുതൽ എന്താണ് ഈ ഓൺലൈൻ ആക്സസിന് വേണ്ടിയിട്ട്, അതായത് ഓൺലൈൻ സംവിധാനങ്ങളാക്കാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും എന്താണ് ആ ഒരു കാലഘട്ടം മുതൽ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ പക്ഷെ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ള നിങ്ങൾ 90s ആയിട്ടുള്ള കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം 80s കിഡ്സ് മുതലുണ്ടെന്ന് വിചാരിക്കുന്നു. 80s ഉണ്ടോ? 80s ഉണ്ടല്ലോ, എന്തായാലും എനിക്കും തോന്നുന്നു. ഇല്ല, ഉണ്ട്. ഓക്കെ, അതായത് നമ്മളുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ സാങ്കേതിക നമ്മൾ നോർമൽ ഫോണൊക്കെ കണ്ടത് ഒരു കാലഘട്ടത്തിലാണ്, അല്ലെ? നമ്മളെ ശരിക്കും കണ്ടിരിക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ടെലിഫോണാണ്, അല്ലെങ്കിൽ നമ്മുടെ വയറുള്ള ഒരു ഫോണാണ് നമ്മൾ ആദ്യം കണ്ടിരിക്കുന്നത്, അല്ലെ? അത് തന്നെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നോ? ഇല്ല, എല്ലാവരുടെ വീടുകളിലും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വയറുള്ള ഫോൺസുകൾ, മറ്റേ വയർലെസ് ആയിട്ടുള്ള ഫോൺസുകൾ എല്ലാ വീടുകളിലും ഏറ്റവും ഇത്രയും ഇക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള വീടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അത്രയ്ക്ക് നമുക്ക് പുരോഗമനം സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള ദീർഘവീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പല സാഹചര്യങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്, അല്ലെ? ഇതിലൊരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഡിസാസ്റ്റർ പോലെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം ഹ്യൂമൻ പവേഴ്സിനെ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ്, അല്ലെ? ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെ? നിങ്ങളൊന്നും ആലോചിക്കും ഇപ്പോഴാണെങ്കിൽ നമുക്ക് അതൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടായാനെ. നമുക്ക് അന്നൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ നമുക്ക് അതൊന്നുമില്ല. അതുപോലെ ഓൺലൈൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഇല്ലാതെ നമുക്കിപ്പൊ സാധ്യമല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്താണ് കാലഘട്ടം മുതൽ ഡോക്ടേഴ്സിനെ പറ്റി ഇത്തരം ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്സസ് കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, യെസ്. An HMS will enhance communication. ഈ ക്ലാസ് പോലും നമുക്ക് ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? ശരിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഓൺലൈനിലായിട്ട് പഠിക്കുന്നത് പിള്ളേരെ? ഓൺലൈനായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നതാണോ? അതെ, ജിജി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, An HMS will enhance communication between patients and hospital by allowing patients to upload their medical records, book appointments, receive reminders, and communicate online with their doctors and nurses.
ഓക്കെ, നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് നടക്കുന്നത്? പേഷ്യൻസിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അപ്രോച്ചസിലൂടെ നമ്മൾ നടത്തുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? പേഷ്യൻസിന് എല്ലാത്തരം മെഡിക്കൽ റെക്കോർഡ്സുകൾ അല്ലെ കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസുകള്, പിന്നെ എന്തെങ്കിലും ഇപ്പൊ വാക്സിനേഷൻസോ മറ്റെന്തെങ്കിലും ടെസ്റ്റസിനെ കുറിച്ചുള്ള എല്ലാത്തിനും റിമൈൻഡേഴ്സുകളും, അതേപോലെ തന്നെ എന്താണ് ഡോക്ടേഴ്സും നഴ്സുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റീസ് വരെ, അതായത് എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് തന്നെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഓൺലൈനിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാൽ തന്നെ എന്താണ് പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു എൻഗേജ്മെന്റ്, നല്ലൊരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. Then a reduction in waiting times and improved patient satisfaction. ഓക്കെ, ഇനി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേഷ്യൻസിന് അധികം വെയിറ്റിംഗ് ടൈംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ സംതൃപ്തി നിലനിർത്താനായിട്ടും ഈ ഒരു സിസ്റ്റം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ HMSന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഹെഡ് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിലെ ഹെഡ് പോയിന്റ്സ് പഠിച്ചാൽ മതി. പഠിക്കാൻ ഉള്ളിലുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുള്ളതാണ് ഞാൻ ടിക്ക് ചെയ്ത് തരാം. അത് മാത്രം നിങ്ങൾ പഠിക്കാം കേട്ടോ, എല്ലാം കൂടി പഠിക്കണം. പിന്നെ നെക്സ്റ്റ് വൺ, അടുത്ത ബെനിഫിറ്റ് എന്താണ്? അടുത്ത പ്രയോജനം എന്താണ്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. Secured hospital data. And HMS helps you maintain hospital data safe and secure. അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാത്തരം ഡാറ്റാസുകളും ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് എന്താണ് സേഫ് ആയിട്ട്, അതായത് എല്ലാ ഡാറ്റാസും സുരക്ഷിതമായിട്ട് സേവ് ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് HMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അത് സേവ് ചെയ്തിരുന്നത് അല്ലെ. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും മറ്റെന്ത് തരം ഡീറ്റെയിൽസ് ആണെങ്കിലും അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതിനാൽ തന്നെ എല്ലാ ഡാറ്റാസും ഏറ്റവും നന്നായിട്ട് സേവ് ചെയ്യുന്നത് ഈ HMS-ലാണ്. Then you can control and provide access to authorized personnel only. ഇനി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഇത്തരം ഡാറ്റാസ് ആക്സസ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഹോസ്പിറ്റലിലെ ഡാറ്റാസിനെ സേവ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഹോസ്പിറ്റലിൽ നമ്മളുടെ എല്ലാ ഡാറ്റാസും സേവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ HIPAA എന്ന് പറയുന്നതിന് ആദ്യമായി എക്സ്പാൻഷൻ എഴുതി വന്നിട്ട് ടീച്ചറോട് പറഞ്ഞുതരാം കേട്ടോ. HIPAA എഴുതട്ടോ, നോട്ട് ചെയ്യാം. കണ്ടോ? സെക്യൂർ ഡാറ്റയിൽ കണ്ടോ HIPAA എന്ന് കണ്ടോ? യെസ്, ഹെൽത്ത് ഇൻഷുറൻസ് നോട്ട് ചെയ്യാട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ്, health, H for health, health insurance, portability, portability, health insurance, portability, portability, PORTABLITY, portability, and accountability, accountability, act. Health Insurance, Portability and Accountability Act. എഴുതിയെടുത്തോളവരും. യെസ്, 1966 നിങ്ങൾ എഴുതിക്കോട്ടോ. 1966 ഈ ഒരു ആക്ട് വന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നത്. PHI സെക്യൂരിറ്റി. എന്താണ് PHI എന്ന് പറയുന്നത്? പേഷ്യൻസ് ഹെൽത്ത് ഇൻഫോർമേഷൻ. PHI എന്താണ് സൂചിപ്പിക്കുന്നത്? പേഷ്യൻസ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അപ്പൊ HIPA എന്ന ആക്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടായിരിക്കും രോഗികളുടെ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻസിന്റെ എല്ലാ തരം സ്വകാര്യതകള് അല്ലെ അല്ലെങ്കിൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി? അതായത് രോഗികളുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ആക്ട് ആണെന്ത്? ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ?
അതായത് ഈ PHA സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പുറത്ത് വിടാനായിട്ട് അനുവാദമില്ല അല്ലെ. അതെല്ലാം ഈ ഒരു ആക്ടിന് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പേഷ്യൻസിന്റെ ഇപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതായത് അവരെ സമ്മതമില്ലാതെ അതിപ്പോ ഏതെങ്കിലും മറ്റേ ഇൻഷുറൻസ് കമ്പനിക്കോ എന്താണെങ്കിലും എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ഒരു സമ്മതം ഇല്ലാതെ കൺസേൺ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനെല്ലാം കൂടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ അതിനാൽ തന്നെ ഈ ഒരു നിയമത്തിന്റെ ഈ ഒരു ആക്ടിന്റെ ആ ഒരു അണ്ടറിലാണ് എന്ത് വരുന്നത്, ഹോസ്പിറ്റലിലെ എല്ലാ ഡാറ്റാസും നമ്മുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആണ് ഈ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെ, അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പോ യാതൊരു വിധത്തിലും മറ്റൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ അത് ആക്സസ് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. ഓക്കെ. യെസ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസും ആ ഒരു വ്യക്തിയുടെ മേലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. യെസ്. ഇതെല്ലാം ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് തന്നെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താനും പറ്റും. ആരാണ് അത് ട്രാക്ക് ചെയ്തത് അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്തത് ആരൊക്കെയാണെന്നുള്ളത് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം പരിരക്ഷകളും എന്തിലുണ്ട്, ഈ HAPA ഉണ്ടായിട്ട് അങ്ങനെ ഈസി ആയിട്ട് ഒരാൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോസ്പിറ്റൽ ഡാറ്റസ് എപ്പോഴും സിസ്റ്റത്തില് സെക്യൂർ ആയിരിക്കുന്നത്. എന്തിന്റെ അണ്ടറിലാണ്, HAPA അണ്ടറിലാണ് എല്ലാ പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻസും സെക്യൂർ മാനറിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പൊ HAPA എന്നുള്ളത് പഠിക്കണം കേട്ടോ, എല്ലാവരും പഠിക്കണം. HAPA എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. PHA എന്താന്ന് പഠിക്കാം, പേഷ്യന്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ. HAPA മനസ്സിലാവാത്തത് ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ലോ? നെക്സ്റ്റ് വൺ, അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത് കേട്ടോ. ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ HMSന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണെന്ത്, പേഷ്യന്റ് ഡാറ്റാസ് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. We can have easy entrance to all patient-related data on a system using an HMS. We can also approach data such as a patient history, doctors engaged, test result, billing details, and much more with just a few clicks. പേഷ്യന്റിന്റെ ഡാറ്റാസ് നമുക്ക് ഈ സിസ്റ്റത്തിൽ എന്താണ് സിമ്പിൾ ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ. അതായത് പേഷ്യൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന പേഷ്യന്റിന്റെ ഹിസ്റ്ററീസ്, ഡോക്ടേഴ്സ് എൻഗേജ്മെന്റ്സുകൾ, ടെസ്റ്റ് റിസൾട്ടുകൾ, ബില്ലിംഗ് ഡീറ്റെയിൽസ്, മറ്റെല്ലാ കാര്യങ്ങൾക്കും ജസ്റ്റ് ഫ്യൂ ക്ലിപ്സിലൂടെ അല്ലെ, കുറച്ച് ക്ലിപ്സ് മതി. ചിലപ്പോൾ ആ ഒരു പേഷ്യന്റിന്റെ ID മതി നമുക്ക് പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ആ സിസ്റ്റത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എടുക്കാനായിട്ട് എന്ത് മതി, HMSന്റെ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം അതായത് ബില്ലിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ജസ്റ്റ് ഫ്യൂ ക്ലിക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഡാറ്റാസുകൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഫ്യൂ ക്ലിക്സ് ഏതായാലും ക്ലിക്ക് മതിയല്ലേ, ഏതാനും ക്ലിക്കിൽ ഉപയോഗിച്ചിട്ട് പേഷ്യന്റിന്റെ ഇപ്പൊ ഹിസ്റ്ററി വേണോ അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വേണോ, ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെ. യെസ്. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താണ്, റെഡ്യൂസ്ഡ് ടേൺ അറൌണ്ട് ടൈം. Reduced turnaround time. Streamline your workflows by automating routine jobs like appointment or stock management. This decrease the time and effort required to perform these jobs and the turnaround time. We also help hospital staff to focus on non-critical patient care areas. എന്തായിരിക്കും റെഡ്യൂസ്ഡ് ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്? നമുക്ക് ഇത്തരം സോഫ്റ്റ്വെയർസ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നുണ്ടോ പല കാര്യങ്ങൾക്കും? ഇല്ല, ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോസ് ഈസി ആക്കാൻ സഹായിക്കുന്ന അല്ലെ ഒരു ഓട്ടോമേറ്റിക് സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ എല്ലാതരം പ്രവർത്തനങ്ങളും എന്താണ് ഈസി ആക്കാനുള്ളത്. ഇപ്പൊ അവരുടെ ഡെയിലി റുട്ടീൻസ് പോലും എന്താണ് പതിവായിട്ട് ചെയ്യുന്ന ജോലികൾ പോലും
അധികം സമയം എടുക്കാതെ, പ്രത്യേകിച്ച് എന്താണ് ഇപ്പൊ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ത് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്ത് കാര്യങ്ങളും എന്താണ് അധികം സമയമില്ലാതെ ഈസി ആക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മാത്രമല്ല എന്താണ് this decrease in time and effort required to perform these jobs and turnaround time. അപ്പൊ ചില ഹോസ്പിറ്റലിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് അത്യാവശ്യം സമയം എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും സമയം തന്നെ കളയാതെ തന്നെ എന്താണ് അവരുടെ ജോലികൾ അവർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വർക്ക് ഫ്ലോസ് നിയന്ത്രിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലെ പേഷ്യൻസിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോസിന്റെ പുറകെ പോകാതെ കൂടുതലായിട്ട് എന്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക്? ഫോക്കസ് ഓൺ മോർ ക്രിട്ടിക്കൽ പേഷ്യന്റ് കെയർ ഏരിയാസ്. ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ വർക്ക് ഫ്ലോസും വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടുള്ളതാണ്? എന്തുള്ളത് കൊണ്ടാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇന്നല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്? അതെ, ഇന്നലെ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ചു നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ ആവണം കേട്ടോ. ഒബ്ജക്റ്റീവ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിലും കുറച്ച് നീളമുണ്ട് ആൻസറിന് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആണ്. അടുത്ത ബെനിഫിറ്റ് ആണ് HMSന്റെ അടുത്ത ബെനിഫിറ്റ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overheads, enhancing resource allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue streams by making sure timely billing and reducing claim denials. Okay. കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആണോ? എങ്ങനെയായിരിക്കും അത് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടൊരു ഈ HMS എങ്ങനെയാണ് സഹായിക്കുന്നത്? നമ്മൾ കമ്പോണൻസ് ഒക്കെ പഠിച്ച കാര്യങ്ങളൊന്നും ആലോചിച്ച് വെക്കുകയും ശരിയാണ്. യെസ്, വെരി ഗുഡ്. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്? ചിലവ് കുറയ്ക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി ഇതിനെ ഒരു കമ്പോണന്റ് പഠിച്ചപ്പോ നമ്മളൊരു കമ്പോണന്റ് പഠിച്ച ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? ഫിനാൻഷ്യൽ അല്ല, യെസ്, സപ്ലൈ മാനേജ്മെന്റ് പഠിച്ച ഓർമ്മയുണ്ടോ? അതെന്താ ചെയ്തിരുന്നത്? സപ്ലൈ മാനേജ്മെന്റിന് ആ മൊഡ്യൂൾ എന്താ കൈകാര്യം ചെയ്തിരുന്നത്? മെഡിക്കൽ സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്ത് അല്ലേ? യെസ്, മെഡിക്കൽ സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള ഇൻവെന്ററീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില് കൃത്യമായിട്ടുള്ള പ്രൈസില് ആവശ്യാനുസരണം എന്താണ് ആവശ്യത്തിന് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതായത് ഹോസ്പിറ്റലിൽ കൂടുതൽ എമൗണ്ട് ഒന്നും പോവാതെ തന്നെ അല്ലെ കൃത്യമായിട്ടുള്ള കോസ്റ്റില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ സപ്ലൈസസ് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്താ പറയുന്നത്? അതായത് ഹോസ്പിറ്റലിൽ മറ്റു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാനായിട്ട് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതില് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. HMS സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് സപ്ലൈസസ് ഒക്കെ നടത്തുന്നത് വഴി ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന അധിക ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും അല്ലെ? യെസ്, അതോടൊപ്പം തന്നെ എന്താണ്? എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ. ആവശ്യത്തിലുള്ള റിസോഴ്സസുകൾ മാത്രം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ അതിൽ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനാൽ തന്നെ എന്താണ് നമുക്ക് ആവശ്യത്തിലുള്ള റിസോഴ്സ് ഏതൊക്കെ റിസോഴ്സുകളാണോ വേണ്ടത് ആവശ്യാനുസരണം മാത്രമേ അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണ്? റെഡ്യൂസിങ് വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസസ്. നമ്മൾ ആ സപ്ലൈ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് മെഡിക്കൽ സപ്ലൈസിന് യാതൊരു വേസ്റ്റേജസും അവിടെ വരുന്നില്ല. കാരണം എന്താണ്?
കൃത്യമായിട്ട് അവരുടെ സ്റ്റോക്കുകൾ നിയന്ത്രിച്ചിട്ടാണ് ഓരോ മെഡിക്കൽ സപ്ലൈസിലും മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. അതിനാൽ തന്നെ അവിടെയും എന്താണ് കൃത്യമായ കൺട്രോൾ ഉണ്ട് അല്ലെ. അതായത് അനാവശ്യമായിട്ട് അവിടെയും യാതൊരു വിധത്തില് എന്താ പറയാ കോസ്റ്റ് ആവുന്നില്ല അല്ലെ. അത് മാത്രമല്ല ഈ ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ റവന്യൂസ് അല്ലെ, ഹോസ്പിറ്റൽ വരുമാനം നമുക്ക് നല്ല രീതിയിൽ മാക്സിമൈസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഈ ബില്ലിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോ എന്താ പറയാ ഹോസ്പിറ്റൽ ബില്ലിംഗ് ഒക്കെ കൃത്യമായിട്ടുള്ള ടൈമിൽ നമുക്ക് അല്ലെ കൃത്യ ടൈമിൽ കൈകാര്യം ചെയ്യാനും, അതേപോലെ തന്നെ ഇപ്പോ ഏതെങ്കിലും ക്ലെയിമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ചില ക്ലെയിംസ് ഒക്കെ നമുക്ക് എന്താണ് ചില ഇൻഷുറൻസ് കമ്പനീസില് എല്ലാ ക്ലെയിംസും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കിട്ടണമെന്നില്ല അല്ലെ. ക്ലെയിം എല്ലാ രോഗങ്ങൾക്കും ചിലപ്പോൾ കിട്ടാതെ വരാം അല്ലെ. അപ്പൊ ചിലർ എന്ത് ചെയ്യും, ചിലര് നിരസിക്കും, ചില ക്ലെയിമുകൾ എന്താണ് നിരസിച്ചു പോവാറുണ്ട്. അപ്പൊ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ ഈ ഒരു സിസ്റ്റം തയ്യാറാക്കും. അപ്പൊ ബില്ലിംഗ് ഇൻഫർമേഷൻസ് മുതൽ ആ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കം അത് ആൾക്ക് ക്ലെയിം കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള എല്ലാത്തരം റിപ്പോർട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, ഈ HMS സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ട്. അതായത് അമിത ചെലവിലേക്ക് പോകാതെ തന്നെ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് നമുക്ക് മറ്റു നഷ്ടങ്ങളോ അല്ലെങ്കിൽ ലോസോ പ്രോഫിറ്റ് ലോസ് വരാതെ തന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു നിയന്ത്രണം ഒരു കൺട്രോളിലൂടെയാണ് ഇത്തരം ഹോസ്പിറ്റൽ എല്ലാ വർക്ക് ഫ്ലോസും നടന്നു പോകുന്നത്. അതായത് ക്ലെയിം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എന്താണ് സിസ്റ്റമാണ് കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സ് റസ് വരാതെ തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ HMSന്റെ ഒരു പ്രയോജനമാണ് എന്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സേവനങ്ങൾ ഉള്ളത് കേട്ടോ. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം മിസ് വിട്ടുപോയി. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ വർക്ക് ഫ്ലോസും ഇല്ലേ, ഹോസ്പിറ്റലിൽ വന്ന എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ഇപ്പൊ സ്റ്റാഫുകളുടെ കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഡോക്ടറിന്റെ വാടക റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവായിരിക്കും അല്ലെ. ചിലപ്പോൾ ഏതെങ്കിലും മെഷീൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരാറുണ്ടാവും അല്ലെ. ദെൻ അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി തുടങ്ങി മറ്റെല്ലാ കാര്യം ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു എന്താണ് ഓവർ ആയിട്ടുള്ള ഒരു എമൗണ്ട് വരാതെ അല്ലെങ്കിൽ നമുക്ക് ലോസിലേക്ക് പോവാതെ എന്താണ് ഇതെല്ലാം തന്നെ നിയന്ത്രിതമായ ഒരു അളവില് നിയന്ത്രിതമായിട്ടുള്ള ഒരു എമൗണ്ടിൽ നിലനിർത്താനായിട്ടും എന്താ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോന്നിനും എന്താണ് കൃത്യമായ ഒരു നിയന്ത്രണത്തിലൂടെ മാത്രമേ ഇത് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതിനാൽ തന്നെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിൽ വലിയൊരു ബേർഡൻ ഒന്നുകൂടെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു ലയബിലിറ്റിയിലേക്കോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സിസ്റ്റം എന്താണ് കൊണ്ടുപോകാതിരിക്കാനായിട്ട് സിസ്റ്റം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ മനസ്സിലായോ? ഇന്റലിജന്റ് അനലിറ്റിക്സ് എന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. 5 ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 5 എണ്ണം നന്നായിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? മോക്ക് ടെസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് പെട്ടെന്ന് ചോദ്യം മനസ്സിലാവുന്ന രീതിയിലല്ല, ഇന്നലത്തെ മോക്ക് ടെസ്റ്റിന്റെ മാത്രം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. എഴുതിയെടുക്കുന്നില്ലേ നിങ്ങൾ മോക്ക് ടെസ്റ്റ്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മൾ ഓൺലൈൻ ചൂസ് ചെയ്തതിന്റെ പ്രധാന കാരണം എന്താ പാർവതി?
ഓൺലൈൻ ചൂസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താ? നമുക്ക് സമയം റെഡ്യൂസ് ചെയ്യാം അല്ലെ, ടൈം കൺസ്യൂമിംഗ് ആണോ അല്ലെ? യെസ്, ടൈം കൺസ്യൂമിംഗ് അല്ല, ടൈം സേവിങ് അല്ലേ? കൺസ്യൂമിംഗ് അല്ല, ടൈം സേവിങ് അല്ലേ അവിടെ വരുന്നത്? യെസ്, ടൈം സേവ് ചെയ്യാൻ പറ്റും. കിട്ടാറാം ടൈം അതിന്റെ. യെസ് യെസ്, ഒന്നുകൂടി ശ്രദ്ധിക്കേ. അപ്പൊ ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിൽ വിവിധ രീതിയിലുള്ള പ്രോഗ്രാംസുകൾ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഓട്ടോമേറ്റഡ് ഫോർമാറ്റിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന് അവരുടെ കാര്യങ്ങൾ, അവരുടെ ജോലികളൊക്കെ ഏറ്റവും എളുപ്പ സമയം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാനും അവർക്ക് കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് കെയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ എന്താണ്, ഈ ഒരു സാങ്കേതിക വിദ്യക്ക് വരുന്നതിന് മുൻപായിട്ട് എല്ലാം ഹാൻഡ് പവറിലായിട്ടും അല്ലെങ്കിൽ ഫയൽ പേപ്പർ റെക്കോർഡ്സ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ വർക്ക്സ് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്, സിസ്റ്റംസ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എന്താണ്, അതെല്ലാം തന്നെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ, ഫാസ്റ്റ് വർക്ക് നടക്കാനായിട്ട് സാധിക്കും കേട്ടോ. വർക്ക് ഫ്ലോസുകളെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് നമ്മൾ നടത്തുന്നതിനാൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പേഷ്യന്റ് കെയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും. മനസ്സിലായോ പാർവതി? ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you. Have a nice day. ഇനി നിങ്ങളോട് കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഇവിടെ ഒരു എത്ര ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്? 4 മൊഡ്യൂളും കൂടി എത്ര ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ 57 ചാപ്റ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ഓരോ മൊഡ്യൂൾ വെച്ച് കൂട്ടി നോക്കുമ്പോ. 57 ചാപ്റ്ററിലെ 57 കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. 57 ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾ തിയറി പാർട്ടാണ് പഠിക്കുന്നത് അല്ലെ? തിയറിയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒന്ന് കേൾക്കണേ, തിയറിയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത് റിയൽ ആയിട്ട് ചെയ്യില്ലേ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചെല്ലുന്നത് ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, അല്ലെങ്കിൽ ലേബർ റൂമിലായിരിക്കും, എവിടെയാണെങ്കിൽ ജോയിൻ ചെയ്തെന്ന് പറയാൻ പറ്റും. അത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തതകൾ ഉണ്ടാവാം കേട്ടോ. അതായത് നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, പക്ഷെ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അവിടെ ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന അവരുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഓൾറെഡി തിയറികൾ അറിയാൻ പറ്റും, പക്ഷെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കൽ എവിടെയാണ്? ഹോസ്പിറ്റലിൽ. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കണ്ടറിഞ്ഞ് ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാം എളുപ്പമായിരിക്കില്ല, എല്ലാ ജോലികളും എളുപ്പമല്ല. ഇപ്പൊ റേഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അറിയാം, ഹെൽത്ത് കെയർ മേഖല ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്ത് ജോലിയും ഇഷ്ടപ്പെട്ട് ചെയ്യാനേ ഒരു പ്രശ്നമില്ല. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.